നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ കിച്ചൺ ടവലിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് ടിഷ്യൂൻ്റെയും ഈ അകത്ത് വരുന്ന ഈ പീസ് കളയിലെ നമുക്ക് വളരെ ഉപകാരപ്പെടും. അതെന്താണ് എടുത്തു വെച്ചിരിക്കുന്നതിനെ ഉണ്ടല്ലോ, നമുക്ക് ഒരു കത്തിയോ എന്താണെങ്കിലും വെച്ചിട്ട് നമുക്കിതിനൊന്ന് ഇത് ഇപ്പോൾ രണ്ടാക്കാനേ പറ്റത്തുള്ളൂ. ഇത് രണ്ടാക്കോ അല്ലെങ്കിൽ ഒറ്റയായിട്ടോ ഉപയോഗിക്കാം. ഇതിനെ നമുക്കൊരു 3-4 പീസാക്കി എടുക്കാം. അപ്പം ഞാൻ അതേപോലെ പീസാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പീസസ് ഉണ്ട്. അപ്പം നമുക്കിതിനകത്തേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതേപോലെ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് മണ്ണിട്ട് കൊടുക്കാം. കമ്പോസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണോ വലുതായിരിക്കും നല്ലത്. മറ്റത് അപ്പോൾ ഞാൻ നമ്മുടെ ഇതേപോലെ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് ശരിക്കും മനസ്സിൽ ഒന്ന് അമർത്തി കൊടുക്കണേ, അല്ലെങ്കിൽ വെള്ളം അത് താഴോട്ടിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ എന്താണ് എൻ്റെ ഐഡിയ എന്നുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഏത് വിത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പാവി വയ്ക്കാം. അപ്പോൾ ഈ ട്രേ ഉള്ളത് കൊണ്ട് നമ്മുടെ നനവ് നിൽക്കുകയും ചെയ്യും. അത് നമുക്ക് ഓവർഫ്ലോ ചെയ്യാൻ വേണ്ട. അത് മണ്ണ് നമ്മുടെ താഴോട്ട് പുറത്തോട്ട് പോകത്തുമില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമ്മുടെ വിത്തിടാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പാലക്കിൻ്റെയാണ്. അപ്പോൾ ഞാൻ 2 എണ്ണം വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് വിത്ത് വേണമെങ്കിലും നമുക്ക് ഇത് നമുക്കൊരു സീഡ് ഗ്രോയിങ് കണ്ടെയ്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ ഞാൻ 2 ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ചെറിയ രീതിയിൽ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓരോ പ്രാവശ്യം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ബോൾ വശം പയ്യെ ഒന്ന് സ്പ്രേ ചെയ്യാനോ അല്ലെങ്കിൽ എന്നൊന്നും വെക്കുകയും ചെയ്യണ്ട, നനയ്ക്കുകയും വേണ്ട. നോക്കാം, ബോൾ മണ്ണ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.